എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അപ്പൊ പറയും എല്ലാരോടും, എല്ലാരും ട്രൈ ചെയ്യാൻ പറയും. ഓക്കെ, അപ്പൊ സെറ്റ്. വേറൊരു ഓംലെറ്റ് മാത്രം കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും? എന്നെ കൊണ്ട് പറ്റും, പക്ഷെ അതൊരു മസാല ഓംലെറ്റ് ആവണമെന്ന് മാത്രം. വെൽക്കം ടു അവർ ചാനൽ ഹോംലി ബീസ്. മസാല ഓംലെറ്റിന് വേണ്ടി എടുക്കണം 3 മുട്ടയാണ്. അപ്പൊ നമുക്ക് അടുത്ത പരിപാടികൾക്ക് പോവാം. 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 3 മുട്ട പൊട്ടിച്ച് ബൗളിൽ കഴിക്കാം. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പിടുന്നുണ്ട് നമ്മൾ ഈ 3 മുട്ടയിലേക്ക്. ആവശ്യത്തിന് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് പച്ചമുളക് ഇടുന്നുണ്ട്. ഞങ്ങൾ സ്പൈസീൻ്റെ ആൾക്കാരാണ്, നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി. ഒരു തരി സവോള. ഓക്കെ, ഇതിട്ടിട്ട് നമുക്ക് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടാവണം. ഇങ്ങനെ വയ്ക്കുമ്പോൾ കൈ സെറ്റാണെങ്കിൽ നമുക്ക് താഴ്ത്തി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. നമുക്ക് അതിനുവേണ്ടി മസാല ഉണ്ടാക്കാനുള്ള പാൻ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ പാൻ ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കപ്പോൾ അരിഞ്ഞു വെച്ച അതിൽ വെളുത്തുള്ളി ഉണ്ട്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സബോള ഇട്ട് കൊടുക്കാം. ഇത് ഇളക്കി കൊടുക്കുന്നു, നന്നായി വാടന വരെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൽ നമ്മുടെ കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല പൊടി. ഓക്കെ, ഇതിട്ടിട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മൂത്ത് വരുന്നവരെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. അത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട്. അതിൽ നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം. നല്ല മുട്ടയുടെ എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് മിക്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെക്കുക, ഒന്ന് മുട്ട വേകണ വരെ. മുട്ട ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മസാല ഒരു സൈഡ് നന്നായി പിടിച്ചിട്ടുണ്ട്, സെറ്റാണ്. നമ്മുടെ മസാല ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഏറ്റവും സിമ്പിളായ സംഭവമാണത്. നമുക്കിപ്പോൾ ബാച്ചിലേഴ്സിന് മെയിനായിട്ട് സംഭവം കറി ഇല്ലാന്നവർക്ക് ആരും കഴിക്കാണ്ടിരിക്കണം. ഇതുണ്ടെങ്കിൽ നമുക്കൊരു പറ ചോർണം. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മുടെ മസാല മുട്ട റെഡി ആയിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള സംഭവമാണ്. നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം ചോദിക്കാം. കമോ, എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഇല്ലേ? ബാച്ചിലർമാരൊക്കെ പറ്റില്ലേ സംഭവം? സെറ്റല്ലേ?